പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ. ഒരു ക്ഷണപ്രഭ കഥ. കഥയുടെ പേര് ഒരച്ഛനും മകനും. ഒരച്ഛൻ്റെയും മകൻ്റെയും കഥ. വ്യത്യസ്തനായ അച്ഛൻ്റെയും വ്യത്യസ്തനായ മകൻ്റെയും കഥ. അച്ഛൻ ക്ഷുഭിത യൗവനകാലത്ത് 14 ഇഞ്ച് ബെൽബോട്ടം പാൻസ് ഇട്ട് തോളറ്റം മുടി നീട്ടി വളർത്തി ഗഞ്ചാവിൻ്റെ പുക നുകർന്നു നടന്നു. സച്ചിദാനന്ദനെയും ചുള്ളിക്കാടിനെയും മുഖതാവിൽ നിന്നറിഞ്ഞു. സാർത്തനെയും കാമുവിനെയും ഉള്ളിലേക്ക് ആവാഹിച്ചു. സമപ്രായക്കാരും സുഹൃത്തുക്കളും ടാർ വിരിച്ച പാതയിലൂടെ വാഹനങ്ങളിൽ കയറി പോയപ്പോൾ തനിച്ച് പാതയോരത്ത് ചേർന്ന് നടന്നു. ഒന്നിനോടും യോജിക്കാൻ കഴിയാതെ, ആരോടും കൂടാൻ കഴിയാതെ, ചില്ലറ ജോലികൾ ചെയ്ത് ഭാര്യയെയും മകനെയും എങ്ങനെയോ പോറ്റി ജീവിച്ചു. മകൻ അച്ഛൻ്റെ പരിമിതികൾ അറിഞ്ഞ് സർക്കാർ സ്കൂളിൽ പഠിച്ചു. സർക്കാർ കോളേജിൽ നിന്ന് പാറ്റയുടെ ഹൃദയം കണ്ട് മഞ്ഞത്തവഴയുടെ വൃക്കകൾ പിളർന്നു നോക്കി ഡിഗ്രി എടുത്ത് ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിതം തുടങ്ങി. അച്ഛൻ 58 കഴിഞ്ഞപ്പോൾ പെൻഷൻ പറ്റി എന്ന് പറഞ്ഞ് വീട്ടിലെ തിണ്ണയിൽ എവിടെയോ നിന്നു വാങ്ങിയ ഒരു ക്യാൻവാസ് കസേരയിൽ കാലുകൾ നീട്ടിവെച്ച് കിടന്ന് മയങ്ങി. ഒരു നാൾ പാതിമയക്കത്തിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ കാലിടറി നടതെറ്റി മുറ്റത്ത് വീണു. നടയിൽ ശിരസിടിച്ച് സർക്കാർ ആശുപത്രി വരാന്തയിൽ കുറേ നാൾ ബോധമറ്റ് കിടന്നു. ഇനിയും ബോധം തിരികെ വരില്ലെന്ന് കേട്ടറിഞ്ഞ് അച്ഛൻ്റെ സമ്മതപത്രവുമായിട്ട് പഞ്ചനക്ഷത്ര ആശുപത്രിക്കാർ വന്ന് അച്ഛനെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മോചിപ്പിച്ചു. ദാനമായിട്ട് എഴുതി കൊടുത്തിരുന്ന കണ്ണുകളും കരളും ഹൃദയവും വൃക്കുകളും തുരന്നെടുത്തു. മജ്ജ ഊറ്റിയെടുത്തു. ത്വക്ക് ചുരുണ്ടിയെടുത്തു. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് അച്ഛനെ വീടിൻ്റെ തിണ്ണയിൽ നല്ലൊരു പുൽപ്പായിൽ കിടത്തി. പത്രത്തിൽ കളർ ഫോട്ടോയോടുകൂടി ഒരു ഫീച്ചറും എഴുതിച്ചു. വിളക്ക് കത്തിച്ചു വെച്ച് ഉറുമ്പരിക്കാതെ അരിവർത്തത്തിൽ കിടക്കുന്ന തുണിക്കെട്ട് കണ്ട് മകൻ കണ്ണീർ വാർത്തു. അച്ഛൻ്റെ അവശിഷ്ടം തെക്കേ പുറത്തു കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഗ്യാസ് സ്റ്റവിൽ കത്തിച്ച് ഭസ്മമാക്കിയെടുക്കാൻ ഇനിയും 10,000 രൂപ കൂടി വേണം. നന്ദി.